ഇസ്രായേലുമായി തുടരുന്ന സംഘർഷത്തിൽ സ്വന്തം മണ്ണിൽ 1060 പൗരന്മാർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സമ്മതിച്ച് ഇറാൻ. നിരവധി പേർ ഗുരുതര പരിക്കുകളുമായി ആശുപത്രികളിൽ ചികിത്സയിലായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും ഇറാൻ സർക്കാർ വ്യക്തമാക്കി. ഇറാനിലെ ഫൗണ്ടേഷൻ ഓഫ് മാർട്ടിയേഴ്സ് ആൻഡ് വെറ്ററൻസ് അഫയേഴ്സിന്റെ തലവൻ സായിദ് ഒഹാദി സ്റ്റേറ്റ് ടെലിവിഷനെ നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ചിലർക്ക് ഗുരുതര പരിക്കേറ്റതിനാൽ മരണസംഖ്യ 1100 വരെ ആകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടക്കത്തിൽ ഇസ്രായേൽ ആക്രമണങ്ങളുടെ വ്യാപ്തി കുറച്ചു കാണിക്കാനാണ് ഇറാൻ ശ്രമിച്ചിരുന്നത്. വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷവും നാശനഷ്ടങ്ങളുടെയും മരണങ്ങളുടെയും കൃത്യമായ കണക്കുകൾ സർക്കാർ പുറത്തുവിട്ടിരുന്നില്ല. ഈ പ്രസ്താവനയോടെ ഇറാൻ സൈന്യവും സാധാരണക്കാരും നേരിട്ട ആഘാതം എത്രത്തോളമാണെന്ന് വ്യക്തമാവുകയാണ്. ഔദ്യോഗിക കണക്കുകൾക്കപ്പുറം മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ട് ഇറാൻ സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾക്ക് പുറമെ യുദ്ധത്തിൽ ഇതിലും അധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് മനുഷ്യാവകാശ സംഘടനകൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെ സംഘം 1190 പേര് യുദ്ധത്തിൽ ഇറാനിൽ കൊല്ലപ്പെട്ടുവെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പുറമെ 4475 പേർക്ക് പരിക്കുപേറ്റുവെന്നും മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ഔദ്യോഗിക കണക്കുകളും മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകളും തമ്മിലുള്ള ഈ അന്തരം യഥാർത്ഥ ദുരന്തത്തിന്റെ ആഴം എത്രത്തോളമായിരിക്കാം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആക്രമണങ്ങളുടെ വ്യാപ്തിയും അതുണ്ടാക്കിയ ആഘാതവും സംബന്ധിച്ച് ഇറാൻ എന്തുകൊണ്ടാണ് പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാൻ വൈകിയത് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഒഴിവാക്കാനും രാജ്യത്തിന്റെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള ധാരണ നിലനിർത്താനും വേണ്ടിയായിരിക്കാം ഈ നീക്കം. നേരത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന് പരിക്കുപറ്റിയെന്ന ഇറാൻ വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ഇറാന്റെ ദേശീയ കൗൺസിൽ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജൂൺ 16 ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത വ്യോമാക്രമണത്തിലായിരുന്നു പ്രസിഡന്റിനും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റത്. ഒരു രാജ്യത്തിന്റെ തലവനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഇസ്രായേൽ ഇറാൻ സംഘർഷം എത്രത്തോളം ഗുരുതരമായ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തരുതെന്ന് ലോകരാഷ്ട്രങ്ങൾ ആഗ്രഹിക്കുമ്പോഴും ഇസ്രായേലിന്റെ ഇത്തരം നടപടികൾ ഇറാനെ പ്രകോപിക്കാൻ സാധ്യതയുണ്ട്. പ്രസിഡന്റിന് നേരെയുണ്ടായ ആക്രമണം ഇറാൻ ഭാഗത്തു നിന്ന് കടുത്ത തിരിച്ചടികൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇത് മേഖലയിലെ സംഘർഷങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടുകയും സാധാരണക്കാരുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുകയും ചെയ്യും. ഗസയിൽ ഇസ്രായേൽ തുടർന്ന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലേക്ക് എത്തിയത് ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. വെടിനിർത്തലിനും സമാധാനപരമായ ചർച്ചകൾക്കും വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ ഉയരുമ്പോഴും ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ ഉറച്ചു നിൽക്കുകയാണ്. യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും ജീവനോപാധികൾ നഷ്ടപ്പെടുകയും ഭാവിയെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാതെ കഴിയേണ്ടി വരികയും ചെയ്യുന്ന ഒരു ജനതയുടെ വേദനയാണ് ഈ കണക്കുകളിലൂടെ പുറത്തു വരുന്നത്. 100 കണക്കിന് ആളുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. വരും ദിവസങ്ങളിലും മരണസംഖ്യ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ ഇറാൻ സംഘർഷം പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല വൈരം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് ലോകമെമ്പാടുമുള്ള സമാധാനത്തിനും സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാകും. എണ്ണവില വർധനവ്, ആഗോള സാമ്പത്തിക പ്രതിസന്ധി, അഭയാർത്ഥി പ്രവാഹം തുടങ്ങിയ നിരവധി പ്രത്യാഘാതങ്ങൾ ഇത് സൃഷ്ടിക്കും. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ഗൗരവകരമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട്. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിക്കണം. അല്ലാത്ത പക്ഷം ഈ സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയും ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ദാരുണമായ കാഴ്ചകൾക്ക് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും. ഇനിയെങ്കിലും ഈ സംഘർഷത്തിന് അറുതി വരുത്തി മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ളവരുടെ മനസ്സിൽ ഉയരുന്നത്.